ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ അസി കോസസ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് 10th ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എ വെരി ഓൾ മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് 13ാമത്തെ പേജിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. സോ ഹിയർ പ്ലീസ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് എഫക്റ്റ് പെലായോസ് ഫാമിലി? ഈ കഥയ്ക്കകത്ത് ഓൾഡ് മാൻ്റെ റോൾ എന്താണ്, എങ്ങനെയാണ് പെലായോയുടെ ജീവിതത്തെ അത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എഫക്റ്റ് ചെയ്തെന്നുള്ളതാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ദ ഓൾഡ് മാൻ ചേഞ്ചസ് പെലായോസ് ഫാമിലി ലൈഫ്. അറ്റ് ഫേസ്റ്റ് ദേ വാസ് സ്കെയർഡ് ആൻഡ് കൺഫ്യൂസ്ഡ്, ദെൻ ദേ ബിഗാൻ ടു മേക്ക് മണി യൂസിങ് ഹിം. അതായത് പെലായോയുടെ ഫാമിലി ലൈഫിനെ എൻറ്റയറായിട്ട് ആ ഒരു ഓൾഡ് മാൻ മാറ്റിമറിക്കുന്നുണ്ട്. ആദ്യം അവർ സ്കെയർഡായിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു, പക്ഷെ പിന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 ട്രൈറ്റ്സ് ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. നിങ്ങളെ ഇംപ്രസ് ചെയ്തതായിട്ടുള്ള ഓൾഡ് മാൻ്റെ ഏതെങ്കിലും 2 ഗുണങ്ങൾ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്നുണ്ട്. സോ ഹിയർ ദ ആൻസർ, the old man's patience and his ability to survive all bad conditions. അതായത് ആ ഓൾഡ് മാൻ്റെ ക്ഷമയും എല്ലാത്തരം മോശം അവസ്ഥകളെയും മറികടക്കാനുള്ള, തരണം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുമാണ് നമ്മളെ ഇംപ്രസ് ചെയ്തത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? ഈ കഥയ്ക്കകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് മാജിക്കലായിട്ട് നിങ്ങൾ കരുതുന്നത് എന്നുള്ളതാണ്. സോ ഹിയർ the story has magical elements in the character of an old man with enormous wings, the spider woman, and the old man flying at the end, because it is not possible in real life. Okay, പ്രധാനമായും ഈ കഥയ്ക്കകത്ത് 3 മാജിക്കൽ എലമെൻസിനെ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആദ്യത്തേത് an old man with enormous wings, second one the spider woman, and the third one is the old man's flight at the last. And here the fourth question, describe the old man's first clumsy attempts at flight. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലംസി അറ്റംപ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ആൻസർ, he tried to fly first but he couldn't get a grip on the air. And fifth one, what happens to the man's popularity in the course of time? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് ആ ഓൾഡ് മാൻ്റെ പോപ്പുലാരിറ്റിക്ക് സംഭവിച്ചത് എന്നാണ്. അറ്റ് ഫേസ്റ്റ് ദർ വാസ് എ റഷ് ഓഫ് പീപ്പിൾ ടു സീ ഹിം. ആദ്യം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ലേറ്റർ വെൻ സംതിങ് ന്യൂ കംസ് ടു ദ ടൗൺ, ഐ മീൻ ടൗണിലേക്ക് പുതിയ എന്തോന്ന് വന്നപ്പോൾ അല്ലേ, ദാറ്റ് ഈസ് ദ അറൈവൽ ഓഫ് ദാറ്റ് സ്പൈഡർ വുമൻ, പീപ്പിൾ ഫ്ലോക്ക് ടു ദ ന്യൂ വൺ ആൻഡ് ദ ഫാമിലി ബിഗാൻ ടു ഇഗ്നോർ ഹിം ലൈക്ക് നത്തിങ് സ്പെഷ്യൽ. ആളുകൾ മുഴുവൻ ആരെ കാണാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിക്കുകയാണ്? ആ സ്പൈഡർ വുമണിനെ കാണാൻ വേണ്ടി തിരക്ക് പിടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. ആൻഡ് ഹിയർ ദ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. ഈ ഒരു കഥയ്ക്കകത്തിയുന്ന ഇമേജറി, സിമിലി, മാജിക്കൽ എലമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ എടുത്തെഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് അവിടെ പറയുന്നുണ്ട്. ഇനോമസ് വിങ്സ് എന്ന് പറയുന്ന ഇമേജറി ഇസ് ദർ. ഇതല്ലാതെ ഇമേജറിയാണ് ദ ഓൾഡ് മാൻ ലൈങ് ഇൻ ദ മഡ്, ദ ക്രൗഡഡ് കോർട്ട്യാർഡ്, 2-story മാൻഷൻ, ചിക്കൻ കൂപ്പ് എറ്റ്സെട്ര. ഒരുപാട് വിഷ്വൽ ഇമേജസ് നമുക്കവിടെ കാണാം. ആൻഡ് ഹിയർ ദ സെക്കൻഡ് വൺ, സിമിലി. കഥയ്ക്കകത്ത് യൂസ് ആക്കിയിട്ടുള്ള സിമിലി ഒന്ന് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എ റാഗ് പിക്കർ ആൻഡ് ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ, ലൈക്ക് എ സീനൈൽ വൾച്ചർ, ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ഓക്കെ, ഇത്രയും സിമിലീസ് അവിടെയുണ്ട്. ആൻഡ് മാജിക്കൽ എലമെൻറ്റ്സ് അവിടെ ചോദിക്കുന്നു. വിങ്സ്, സ്പൈഡർ വുമൻ, ഓൾഡ് മാൻസ് ഫ്ലൈറ്റ്, ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഈ കഥയ്ക്കകത്തെ മാജിക്കൽ എലമെൻറ്റ്സ് ആണ്. ഇനി 7th ക്വസ്റ്റ്യൻ, ദ ഓൾഡ് മാൻ ഫൈനലി മാനേജസ് ടു ഫ്ലൈ എവേ. എലിസൻഡ വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയേഴ്സ്. യു മേ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് അറ്റംപ്റ്റ് ഓൾട്ടർനേറ്റീവ് എൻഡിങ് ടു ദ സ്റ്റോറി. ഈ കഥയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെയൊരു എൻഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. സോ ഒരു ആപ്റ്റായ ഒരു ടൈറ്റിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ്. So please look at the answer. As the old man's wings heal,
ഹി സ്പീക്സ് ടു പെലായോ ആൻഡ് എലിസൻഡ. ആ ഓൾഡ് മാൻ്റെ വിങ്സ് ഹീലായ സമയത്ത് അദ്ദേഹം പെലായോയോടും എലിസൻഡയോടും സംസാരിക്കുന്നു. റിവീലിംഗ് ഹീസ് എ മെസ്സഞ്ചർ ഫ്രം ഗോഡ്. അദ്ദേഹം അവരുടെ അടുത്ത് വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ളൊരു മെസ്സഞ്ചറാണ്. ആൻഡ് ഹിയർ ടു വാൺ ദം അബൌട്ട് ഹ്യൂമാനിറ്റീസ് ഗ്രീഡ് ആൻഡ് നെഗ്ലക്റ്റ്. അതായത് അദ്ദേഹം ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഗ്രീഡിനെയും നെഗ്ലക്റ്റിനെയും കുറിച്ച് വോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ഷെയറിങ് ഹിസ് മെസ്സേജ്, ആ മെസ്സേജ് ഷെയർ ചെയ്തതിന് ശേഷം ദ ഓൾ മാൻസ് വിങ്സ് ഗ്ലോ, അദ്ദേഹത്തിൻ്റെ വിങ്സ് ഗ്ലോ ചെയ്തു കൊടുക്കുന്നു. ആൻഡ് ഹി സോസ് ഇൻ ടു ദ സ്കൈ ലിവിങ് പെലയോ ആൻഡ് എലിസൻഡ ചേഞ്ച്ഡ്. പെലയോയുടെയും എലിസൻഡയുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ആകാശത്തിലേക്ക് പറന്നുയരുന്നു. ക്വസ്റ്റനിങ് ദിയർ വാല്യൂസ് ആൻഡ് പ്രയോറിറ്റീസ്. അതായത് ഈ പെലയോയുടെയും എലിസൻഡയുടെയും ജീവിതത്തെ മാറ്റിമറിച്ച് അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ വാല്യൂസിനെയും പ്രയോറിറ്റീസിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മാലാഖ പാറിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു എൻഡിങ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഇനി അതല്ലാതെ വേറൊരു എൻഡിങ് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ എലിസൻഡ വിൻഡോയിലൂടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഓൾഡ് മാൻ പറന്നകലുന്നതായിട്ട് കാണുന്നു. ആ സമയത്ത് എലിസൻഡ അവരെ വിളിക്കുന്നു. എലിസൻഡ വിളിച്ചതിന് ഒരു റിസൾട്ട് എന്നോണം അദ്ദേഹം തിരികെ വരുന്നു. ആ കോറ്റയാടി ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ ദയനീയമായി എലിസൻഡയെ നോക്കുന്നു. ആ ഒരു സമയത്ത് എലിസൻഡ തൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റുകളെ മുഴുവൻ തിരിച്ചറിയുന്നു. പിന്നീട് അവർ നല്ലൊരു ജീവിതം അവിടെ നയിക്കുന്നു. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഒരു ആൾട്ടർനേറ്റീവ് എൻഡിങ് നിങ്ങളവിടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ആൻഡ് ഹിയർ ദ 8th ക്വസ്റ്റ്യൻ, ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? ഈ കഥയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ആരാണ്? വാട്ട് ഈസ് ദ സ്റ്റോറി ടെൽസ് ഇസ് അബൌട്ട് ദ നീഡ് ഫോർ കമ്പാഷൻ. കമ്പാഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് നമ്മുടെ ഈ ഒരു കഥയിൽ പറയുന്നത് എന്നുള്ളതാണ്. സോ ആൻസർ, ദ ഓൾഡ് മാൻ ഹാഡ് എ വേഴ്സ്റ്റ് ടൈം ഇൻ ദ ഹൗസ്. നമുക്കറിയാം ആ ഓൾഡ് മാന് ഈ വീട്ടിനകത്തൊരു വേഴ്സ്റ്റ് ടൈം ആയിരുന്നു. ബിക്കോസ് ദേ ട്രീറ്റഡ് ഹിം ബാഡ്ലി ആൻഡ് ഇഗ്നോർഡ് ഹിം. അതിനെ മിസ്യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ബാഡ്ലി ട്രീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അവസാനം ആകുമ്പോഴേക്കും അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദ സ്റ്റോറി ടെൽസ് വി ഹാവ് ടു ബി കൈൻഡ്. ഈ കഥ നമ്മളോട് പറയുന്നത് നമ്മൾ കൈൻഡ് ആയിരിക്കണം. ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ ക്യാൻ ബി മീൻ ടു ദോസ് ഹു ആർ വീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. നമ്മുടെ സമൂഹം എങ്ങനെയാണ് വീക്കായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ക്ലിയർ ആണ്. ഇറ്റ് കൺവേസ് എ തീം ഓഫ് ബീങ് നൈസ് ടു എവ്രി വൺ. നമ്മൾ എല്ലാ ആളുകളോടും നൈസ് ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കഥയിലൂടെ ഇവിടെ കൺവേ ചെയ്യുന്നുണ്ട് എന്നതാണ്. ഓക്കെ, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. പേജ് നമ്പർ 14 ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. Go through the story again and list the physical and other traits of the old man and of Pelayo and Elisenda. കഥ വായിച്ചിട്ട് ഓൾഡ് മാൻ്റെയും പെലായോയുടെയും എലിസൻഡയുടെയും ഫിസിക്കൽ ഫീച്ചേഴ്സിനെയൊക്കെ നോക്കിയിട്ട് അത് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു കോളത്തിനകത്ത് ഫിസിക്കൽ ട്രേറ്റ്സ് ആണ്. ഓൾഡ് മാൻ എന്നെഴുതിയിട്ടുള്ള ആ ഒരു കോളത്തിനകത്ത് ഓൾഡ് മാൻ്റെ സ്പെഷ്യാലിറ്റീസ്, ഫിസിക്കൽ ട്രേറ്റ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ കൊടുത്തത് ഓൾഡ് ആൻഡ് ഫ്രെയിൽ, അല്ലേ? വീക്കായിട്ടുള്ള വയസ്സനായ ഒരാളായിരുന്നു. ഇനോമസ് വിങ്സ് അവിടെയുണ്ട്. ദെൻ അവിടെ 2 ഡോട്ടിനകത്ത് നമുക്ക് എഴുതാം ഫെയ്ഡഡ് ഹെയേഴ്സ് ആൻഡ് ഫ്യൂ ടീത്ത്. ആൻഡ് പെലായോയുടെ കോളത്തിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് പെലായോ വാസ് പ്രാക്ടിക്കൽ, ഹാർഡ് വർക്കിംഗ്, റിസോഴ്സ്ഫുൾ, സ്ട്രോങ്. എലിസൻഡയുടെ കോളത്തിലേക്ക് വരുമ്പോൾ ഷി വാസ് എൻ്റർപ്രൈസിങ്, പ്രാക്ടിക്കൽ, അഡാപ്റ്റബിൾ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. പേഴ്സണാലിറ്റി ട്രൈറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് മാൻ്റെ ആ ഒരു കോളത്തിനകത്ത് മിസ്റ്റീരിയസ്, പേഷ്യൻറ്റ്, റിസൈലിയൻറ്റ്, പാസീവ്. ആൻഡ് പെലായോയുടെ കോളത്തിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ, റെസ്പോൺസിബിൾ, അഡാപ്റ്റബിൾ ആൻഡ് കോഷ്യസ്. എലിസൻഡ ലവിങ് മദർ, enterprising, materialistic and resourceful. Significance in the story. ആ ഒരു കോളത്തിനകത്ത് ഓൾഡ് മാൻ്റെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് റെപ്രസെൻറ്റ്സ് ദ വീക്ക് ആൻഡ് ദ വൾണറബിൾ. വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആളുകളെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് താഴെ നമുക്ക് എഴുതാം ഹീസ് എ സിംബൽ ഓഫ് ഡിവൈൻ ഇൻ്റർവെൻഷൻസ്, അല്ലെ? സൂപ്പർ നാച്ചുറൽ എലിമെൻസിനെയാണ് കാണിക്കുന്നത്. ആൻഡ് എ മിറർ ഓഫ് ഹ്യൂമൻ നേച്ചർ.
മനുഷ്യപ്രകൃതത്തെ കാണിക്കുന്നൊരു മിററും കൂടിയാണ് അല്ലേ? മനുഷ്യന്മാരുടെ ശരിക്കുള്ള ആ ഒരു പ്രവർത്തനത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മിററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് പെലായോ റെപ്രസെൻറ്റ്സ് ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരെയാണ് പെലായോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഷീ ഈസ് എ പ്രൊട്ടക്ടർ, ബെനഫിഷ്യറി ആൻഡ് എവ്രി മാൻ. നമ്മുടെ സമൂഹത്തിലേക്ക് എല്ലാ മനുഷ്യരെയുമാണ് കാണിക്കുന്നത്. ആൻഡ് എലിസൻഡ മെറ്റേണൽ ഇൻസ്റ്റിങ്സ്, ഓപ്പർച്യൂണിസ്റ്റ്, ട്രാൻസ്ഫോമർ, ഒബ്സർവർ, ഇത്രയൊക്കെ പറയാം. ദെൻ ഈ ഒരു പോയിൻറ്റുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. സോ പ്ലീസ് ലുക്ക് അറ്റ് ദ ക്യാരക്ടർ സ്കെച്ച്. The old man is a mysterious figure with enormous wings who suddenly appears in Pelayo's and Elisanda's courtyard. അതായത് പെലായോയുടെയും എലിസൻ്റെയുടെയും കോർട്ട്യാർഡിൽ പെട്ടെന്ന് അപ്പിയർ ചെയ്യുന്ന ഇനോമസ് വിങ്സോട് കൂടെയുള്ള ഈ ഓൾഡ് മാൻ ഈ കഥയ്ക്കകത്തൊരു മിസ്റ്റീരിയസ് ഫിഗറാണ്. ഹി ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ ആൻഡ് ഹി ഹാഡ് ഓൺലി എ ഫ്യൂ ഫേഡഡ് ഹെയർസ് ഇൻ ഹിസ് bald skull and very few teeth. Despite his wings, he appears more human than angelic. He is incredibly patient, enduring harsh treatments from the curious without any complaint. He speaks rarely in an incomprehensible language. He seems indifferent to his surroundings and the attention he receives. Throughout the story, he remains mysterious and his true nature is not revealed. Despite of his weak appearance, he shows resilience, surviving harsh conditions and eventually regaining the strength to fly. And the second character is Elisenda. Elisenda is portrayed as a practical and enterprising woman. She is the one who comes up with the idea to charge people for seeing the older man, showing her quick thinking and business mind. Like Pelayo, she adapts rapidly to their new circumstances, using their newfound wealth to buy luxurious clothes and improve their home. Elisenda seems to view the old man more as a source of income than a miraculous being, often complaining about the inconvenience of his presence in their home. She is observing and somewhat detached, watching the old man's departure with a mixture of relief and empathy. Throughout the story, Elisenda demonstrates a pragmatic approach to the extraordinary situation, focusing on its practical benefits rather than its supernatural implications. Then Pelayoയുടെ ക്യാരക്ടർ സ്കെച്ചും കൂടെ അവിടെയുണ്ട്. Pelayo is a practical and responsible family man. He discovers the old man in his courtyard and initially reacts with a caution, locking the old man in a chicken coop. Pelayo is adaptable, quickly adjusting to the changes the old man's presence brings to his life. He shows a protective instinct towards his family, especially his newborn child. As people start paying to see the old man, Pelayo manages the unexpected wealth, using it to improve his family's living condition. He quits his job as a bailiff to focus on their new venture. While he benefits from the old man's presence, Pelayo doesn't seem to form any emotional attachment to him, treating the situation more as an unexpected business opportunity than a miraculous event. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവ്യൂ ആണ്. സോ ഒന്ന് വായിച്ചു നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഇസ് എ ടച്ചിങ് സ്റ്റോറി ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് ഡീപ്പർ മീനിങ്സ്. അല്ലേ, മാജിക്കും ഡീപ്പർ മീനിങ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ ഒരു ടച്ചിങ് സ്റ്റോറിയാണ് വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറയുന്നത്. It is about a mysterious man who unexpectedly appears in the courtyard of a beachside house. അതായത് ഒരു ബീച്ച് സൈഡ് ഹൗസിൻ്റെ കോർട്ട്യാർഡിൽ അൺഎക്സ്പെക്റ്റഡായി അപ്പിയർ ചെയ്യുന്ന ഒരു മിസ്റ്റീരിയസ് മാനെ കുറിച്ചാണ് ഈ കഥ. ത്രൂ ദിസ് സ്റ്റോറി മാർക്കസ് എക്സ്പ്ലോർസ് ഹ്യൂമൻ നേച്ചർ, ഫോക്കസിങ് ഓൺ തീംസ് ഓഫ് കംപാഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദി ഡിസയർ ഓഫ് ദി എക്സ്ട്രാ ഓർഡിനറി. ഈ ഒരു കഥയിലൂടെ മാർക്കസ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതം, അതുപോലെ കമ്പാഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദ ഡിസയർ ഫോർ ദി എക്സ്ട്രാ ഓർഡിനറി. The story begins when Pelayo finds an old man with huge wings in his backyard. കഥ തുടങ്ങുന്ന സമയത്ത് പെലായോയുടെ മുറ്റത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഓൾഡ് മാനെ കാണുന്നതോടു കൂടെയാണ് കഥ തുടങ്ങുന്നത്. പെലായോ ആൻഡ് ഹിസ് വൈഫ് എലിസൻഡ കം ടു ബിലീവ് ഹീ ഈസ് എൻ ഏഞ്ചൽ.
പെലായോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വിശ്വസിക്കുന്നത് അതൊരു മാലാഖയാണ് എന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് കെയറിങ് ഫോർ ഹിം, ആളെ കെയർ ചെയ്യുന്നതിന് പകരം ദേ ലോക്ക് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ്, അവരെന്ത് ചെയ്യുന്നു, അതിനെ ഒരു ചിക്കൻ കൂപ്പിൽ ലോക്ക് ചെയ്യുന്നു. ആൻഡ് ടേൺ ഹിം ഇൻ ടു എ സ്പെക്ടക്കിൾ ഫോർ ദിയർ ഗെയിൻ, അവരുടെ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ച വസ്തുവാക്കി അതിനെ മാറ്റുന്നു. ദ എലമെൻറ്റ് ഓഫ് മാജിക് ഇൻ ദ സ്റ്റോറി ലൈസ് ഇൻ ദ ഓൾഡ് മാൻ ആൻഡ് സ്പൈഡർ വുമൺ. ഈ കഥയ്ക്കകത്തെ മാജിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഓൾഡ് മാൻ്റെയും സ്പൈഡർ വുമണിൻ്റെയും ക്യാരക്ടേഴ്സിലാണ്. ദ ഓൾഡ് മാൻസ് ഇനോമസ് വിങ്സ് ആൻഡ് മിസ്റ്റീരിയസ് പ്രസൻസ് സജസ്റ്റ് സംതിങ് ഡിവൈൻ. ഓൾഡ് മാൻ്റെ ഇനോമസ് ആയിട്ടുള്ള വിങ്സും അതുപോലെ ആളുടെ മിസ്റ്റീരിയസ് പ്രസൻസും ദൈവികമായ ചില കാര്യങ്ങളെയാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. യെറ്റ് റാദർ ദാൻ ബീങ് ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ഹീ ഈസ് എക്സ്പ്ലോയിറ്റഡ്. ആ ഒരു ഓൾഡ് മാനെ ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ആളെന്താ ചെയ്തത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ചൂഷണം ചെയ്തു. പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹിം, ആളുകൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ട്രീറ്റ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ, പക്ഷെ അവർ ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ് ഈ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത്. ദേ ത്രൂ ഫുഡ് ടു ഹിം ആൻഡ് പുൾ ഔട്ട് ഹിസ് ഫെത്തേഴ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ടോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ദേ പുൾ ഔട്ട് ഹിസ് ഫെത്തേഴ്സ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ഫെത്തേഴ്സ് എന്നാണ്, FEATHERS. ഓക്കെ. ദിസ് ക്രൂവൽ ബിഹേവിയർ ഷോസ് എ ലാക്ക് ഓഫ് കമ്പാഷൻ. ദ ഓൾഡ് മാൻ സഫേഴ്സ് ഇൻ സൈലൻസ് വെയിറ്റിംഗ് ഫോർ കൈൻഡ്നസ് ദാറ്റ് നെവർ കംസ്. ഇവിടെ ഒരു ഓൾഡ് മാൻ സൈലൻ്റായി സഫർ ചെയ്യുന്നുണ്ട്, മാത്രമല്ല ഒരിക്കലും വരാത്തതായിട്ടുള്ള ആ ഒരു കൈൻഡ്നെസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബിഫോർ ലോങ് ഹി ബിക്കംസ് അൺവാണ്ടഡ് വെൻ ദ സ്പൈഡർ വുമൺ ഷോ അറൈവ്സ് ഇൻ ദ ടൗൺ. ടൗണിൽ ആ ഒരു സ്പൈഡർ വുമണിൻ്റെ ഷോ വരുന്നതോടുകൂടെ ആൾ അൺവാണ്ടഡ് ആയി മാറുന്നു. ഇൻ ദ എൻഡ്, അവസാനത്തിൽ, ദ ഓൾഡ് മാൻ അറ്റംപ്റ്റ്സ് ടു ടേക്ക് ഫ്ലൈറ്റ്. അദ്ദേഹം ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ദോ ഹിസ് ഫേസ്റ്റ് എഫേർട്സ് ആർ ക്ലംസി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എഫേർട്സ് ക്ലംസി ആയിരുന്നെങ്കിലും ഹി ഇവൻച്വലി സോസ് ഇൻ ടു ദ സ്കൈ. അദ്ദേഹം ആകാശത്തിലേക്ക് പറന്നുയരുന്നുണ്ട്. ദിസ് മൊമെൻറ്റ് മാർക്കസ് യൂസസ് ദിസ് മാജിക്കൽ റിയലിസം ടു ഹൈലൈറ്റ് സീരിയസ് തീംസ്. The story reflects how society often takes advantage of those who are different or vulnerable. ഈ ഒരു സ്റ്റോറി പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സമൂഹം അഡ്വാൻറ്റേജ് എടുക്കുന്നത്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ. പെലായോ ആൻഡ് എലിസൻഡ സ്റ്റാർട്ട് ആസ് കെയറിങ് ഇൻഡിവിജ്വൽസ് ബട്ട് ക്വിക്ക്ലി ബിക്കം ഗ്രീഡി. അവർ ഭയങ്കര കെയറിങ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവസാനമാകുമ്പോഴേക്ക് അവർ ഗ്രീഡി ആയി മാറുന്നുണ്ട്. ദേ ഫോക്കസ് ഓൺ പ്രോഫിറ്റ് റാദർ ദാൻ ദ ഏഞ്ചൽസ് പെയിൻ. അവർ ആ മാലാഖയുടെ വേദനയെക്കാളും അവർ ഫോക്കസ് ചെയ്തത് അവരുടെ നേട്ടമാണ്, അവരുടെ ലാഭമാണ്. ദ സ്റ്റോറി റിമൈൻഡ്സ് അസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാഷൻ. ഈ കഥ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് കമ്പാഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഇറ്റ് ഏർജസ് അസ് ടു സീ ദ ഹ്യൂമാനിറ്റി ഇൻ അതേഴ്സ് ആൻഡ് ടു ട്രീറ്റ് എവ്രി വൺ വിത്ത് കൈൻഡ്നസ്. ഇത് നമ്മളെ മറ്റുള്ളവരിൽ ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വം കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം എല്ലാവരെയും കൈൻഡായി വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളൊരു പാഠം കൂടെ, ഒരു മെസ്സേജും കൂടെ നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കഥയുടെ റിവ്യൂ എന്ന് പറയുന്നത്. മേ ബി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ലെറ്റർ ടു ദി എഡിറ്റർ, അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു എഡിറ്റർ ഓഫ് ദി ന്യൂസ് പേപ്പർക്ക് അവിടെയുള്ള ആ ഒരു ലോക്കലായിട്ടുള്ളൊരു മനുഷ്യനെ എഴുതി കൊടുത്തതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സാമിന് മേ ബി ചോദിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. സോ ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഡീപ്പ് കൺസേൺ ഓവർ ദ ഹാർഷ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. അതായത് വലിയ ചിറകുകളോട് കൂടിയ ഈ ഒരു ഓൾഡ് മാൻ്റെ, ക്രൂരമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഹു വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ് ഇൻ അവർ നെയ്ബർഹുഡ്. ഞങ്ങളുടെ അയൽപ്പക്കത്ത് ഈയിടെയായി കണ്ടുവന്നിട്ടുള്ള. ഓക്കെ, ദ മിസ്റ്റീരിയസ് എൽഡർലി മാൻ ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ എ ചിക്കൻ കൂപ്പ്. ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എൽഡർ മാനെ ലോക്ക് ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ കൂപ്പിലാണ്. ആൻഡ് സബ്ജക്റ്റ് ടു റിഡിക്യൂൾ ആൻഡ് ഹരാസ്മെൻറ്റ്. അതിനെ വലിയ തോതിൽ ഹരാസ്മെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇരയാക്കുന്നുണ്ട്. ഹിസ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ. അതായത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് അയാളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ ഷെയിംഫുൾ റിഫ്ലക്ഷൻ ഓഫ് ദി ക്യാരക്ടർ ഓഫ് അവർ സൊസൈറ്റി.
നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഷെയിംഫുൾ റിഫ്ലക്ഷനെയാണ് ഇത് കാണിക്കുന്നത്. ആ ലാക്ക് ഓഫ് കമ്പാഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് ഈസ് ഡിപ്ലോറബിൾ. അതായത് നമ്മൾ നമ്മുടെ ഈ ലാക്ക് ഓഫ് കമ്പാഷൻ്റെ ആ ഒരു അഭാവം, അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനത്തെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആ ഒരു സംഗതിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആസ് എ കമ്മ്യൂണിറ്റി വി ഷുഡ് ബി അഷെയിംഡ് ഓഫ് അവർ ആക്ഷൻസ്. നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അഷെയിംഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വി ക്ലെയിം ടു ബി കെയറിങ് ആൻഡ് കമ്പാഷനേറ്റ്, ബട്ട് അവർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് വൾണറബിൾ ഇൻഡിവിജ്വൽ ടെൽസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതായത് നമ്മളെല്ലാവരും നമ്മൾ ഭയങ്കര കെയറിങ് ആണ്, കമ്പാഷനേറ്റ് ആണ് എന്നൊക്കെ വാദമുന്നയിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ വൾണറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് സ്റ്റോറിയും കൂടെയാണ്. ഐ റിക്വസ്റ്റ് യു ടു കവർ ദ സ്റ്റോറി ഇൻ ദ പേജസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ. ആ ഒരു ന്യൂസ് പേപ്പറിനകത്ത് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, ഈ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ദിസ് വുഡ് ഇമ്പൽ ദ ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടു എൻഷുർ ദ ഓൾഡ് മാൻ സേഫ്റ്റി ആൻഡ് വെൽബീങ്. നിങ്ങളുടെ ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ആ ഒരു ഓൾഡ് മാൻ്റെ സേഫ്റ്റിക്കും വെൽബീങ്ങിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവരെ സഹായിക്കും, അവരെ ഇമ്പൽ ചെയ്യും, പ്രേരിപ്പിക്കും. വി മസ്റ്റ് പ്രൊവൈഡ് ഹിം വിത്ത് ദ കെയർ ആൻഡ് റെസ്പെക്ട് ഹി ഡിസേർവ്സ്. നമ്മൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടതുണ്ട്, കെയറും റെസ്പെക്റ്റും ഒക്കെ, അവരർഹിക്കുന്ന ആ ഒരു കെയറും റെസ്പെക്റ്റും കൊടുക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന കാര്യം അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ലെറ്റർ ടു ദ എഡിറ്ററിനകത്ത് നമ്മൾ ആ ഒരു ടു അഡ്രസ്, സല്യൂട്ടേഷൻ, ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്, ദെൻ ബോഡി, ദെൻ പ്രോപ്പർ കൺക്ലൂഷൻ, ഈ സംഗതികളൊക്കെ എന്ത് ചെയ്യണം അവിടെ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദെൻ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ വേറെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ് ഡയറിയും ന്യൂസ് റിപ്പോർട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഡയറി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് വാസ് ആൻ അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫിൽ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ഐ ഫൗണ്ട് ആൻ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഇൻ അവർ കോർട്ട്യാർഡ്. ഞങ്ങളെ കോർട്ട്യാർഡിൽ വലിയ ചിറകുകളോട് കൂടിയ ഒരു ഓൾഡ് മാനെ ഞങ്ങൾ കണ്ടു. ഐ വാസ് സ്കെയർഡ് ഫസ്റ്റ്. ആദ്യം ഞങ്ങൾ സ്കെയർഡായിരുന്നു, പേടിച്ചിരുന്നു. ബിക്കോസ് ഹി ലുക്ക്ഡ് സോ വിയർഡ് വിത്ത് ഹിസ് മഡി ഇനോമസ് വിങ്സ്. കാരണം വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആദ്യത്തിൽ അതിനെ കണ്ടത്, ആ ഒരു ചെളി പുരണ്ട ഇനോമസ് വിങ്സോട് കൂടെ കണ്ടപ്പോൾ. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയായിരുന്നില്ല. സോ ഐ ലോക്ക്ഡ് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു ചിക്കൻ കൂപ്പിലാക്കി. എലിസൻഡ തിങ്സ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി എൻ ഏഞ്ചൽ. എലിസൻഡ കരുതുന്നത് ഇതൊരു ഏഞ്ചൽ ആയിരിക്കുമെന്നാണ്. ബട്ട് ഐ ഡിഡ്ന്റ് തിങ്ക് സോ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് നോ ഹൗ വിൽ ഇറ്റ് എഫക്റ്റ് മൈ ഫാമിലി. എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫാമിലീനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന്. പീപ്പിൾ ആർ ഫ്ലോക്കിംഗ് ടു സീ ഹിം. ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒത്തുചേരുന്നുണ്ട്, കൂട്ടമായി പോകുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു കൺട്രോൾ ദം. എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. സംടൈംസ് ഇറ്റ് മേ ബി ആൻ അലയൻസ് ഫോർ ദ വിങ്ഡ് ഏഞ്ചൽ. ഒരുപക്ഷേ ആ വിങ്ഡ് ഏഞ്ചലിന് ഇതൊരു ശല്യമായി മാറിയേക്കാം. ബിക്കോസ് ദേ ആർ ഹാവിങ് ഫൺ വിത്ത് ഏഞ്ചൽ. കാരണം ആ ഏഞ്ചലിനെ കളിപ്പിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ദേ ആർ ത്രോയിങ് തിങ്സ് അറ്റ് ഹിം ആൻഡ് പ്ലക്കിംഗ് ഹിസ് ഫെതേഴ്സ്. അതായത് അതിന് ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ മേലിലേക്ക് എറിയുകയും മാത്രമല്ല അതിൻ്റെ ഫെതേഴ്സ് പ്ലക്ക് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട്. എനിവേ എലിസൻഡ ഹാസ് ഡിസൈഡഡ് ടു ചാർജ് 5 cents ഫോർ അഡ്മിഷൻ. എന്തായാലും എലിസൻഡ ഇനി അതിനെ കാണാൻ വേണ്ടിയിട്ട് 5 cent ഈടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ വിൽ ഇറ്റ് എഫക്റ്റ് അസ്. എങ്ങനെ അത് ഞങ്ങളെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഐ ഹോപ്പ് വി ക്യാൻ സെറ്റ് അപ്പ് എ മാൻഷൻ വിത്ത് ദ മണി വി ഹാവ് ഏൺ ഫ്രം ഹിം. അവനിൽ നിന്നും ഞങ്ങൾ ഏൺ ചെയ്തതായിട്ടുള്ള പണം കൊണ്ട് ഒരു മാൻഷൻ പണിയാം എന്ന് കരുതുന്നു. ഓക്കെ, അത്രയും എഴുതിയിട്ട് നിർത്തുകയാണ്. ഈ ഒരു ഡയറിക്കകത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡയറീനെ മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഒരു ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാം എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ ന്യൂസ് റിപ്പോർട്ട്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എ വിങ്ഡ് ഓൾഡ് മാൻ സഫേഴ്സ് ഇൻ സൈലൻസ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. ഒരു ബൈലൈൻ, സ്റ്റാഫ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ മേലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ. ആൻഡ് സ്ഥലം, ഡേറ്റ് ലൈൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഗോദവിലെ. എ സ്ട്രേഞ്ച് ഇൻസിഡൻറ്റ് ഹാസ് കം ടു ലൈറ്റ് ഇൻ അവർ ടൗൺ. ഒരു വിചിത്രമായ സംഭവം ഞങ്ങളുടെ ടൗണിനകത്ത് വെളിച്ചത്തായി. where a very old man with enormous wings has subjected to cruel treatment by the local residents. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇനോമസ് വിങ്സോട് കൂടിയിട്ടുള്ള ഒരു ഓൾഡ് മാനെ ക്രൂരമായ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി എന്നുള്ളതാണ്.
ദ വിങ്ഡ് ഓൾഡ് മാൻ വാസ് ഫൗണ്ട് ഇൻ എ ബീച്ച് സൈഡ് ഹൗസ് ബൈ പെലായോ. ഒരു ബീച്ച് സൈഡ് ഹൗസിനകത്ത് പെലായോ ആണ് ഈ വിങ്ഡ് ഓൾഡ് മാനെ കണ്ടെത്തുന്നത്, എ ലോക്കൽ റെസിഡൻറ്റ്, അവിടുത്തെ ഒരു ലോക്കൽ റെസിഡൻ്റ് ആയിട്ടുള്ള. അക്കോർഡിംഗ് ടു ദി വിറ്റ്നസസ്, ദൃക്സാക്ഷികളുടെ അഭിപ്രായ പ്രകാരം പെലായോ ആൻഡ് ഹിസ് വൈഫ് എലസൻഡ ലോക്ക് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ്. പെലായോയും അദ്ദേഹത്തിൻ്റെ വൈഫ് എലസൻഡയും അദ്ദേഹത്തെ ഒരു ചിക്കൻ കൂപ്പിൽ ലോക്ക് ചെയ്തു. ആൻഡ് ചാർജ് 5 cents ടു സീ ഹിം. അതിനെ കാണാൻ 5 സെൻറ്റ് വീതം ആളുകളിൽ നിന്നും ഈടാക്കി. ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിങ് ഹെൽപ്പ്, അതിന് ഓഫർ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ദ ട്രീറ്റഡ് ഹിം ലൈക്ക് എൻ ഒബ്ജക്റ്റ് ടു എൻ്റർടൈൻ പീപ്പിൾ ആൻഡ് ഏൺ മണി. അവർ അതിനെ ട്രീറ്റ് ചെയ്തത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനും പണം സമ്പാദിക്കാനുമുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ്, ഒരു വസ്തുവായിട്ടാണ്. ദ വിസിറ്റേഴ്സ് ടോർച്ചേർഡ് ഹിം ബൈ പ്ലക്കിംഗ് ഫെതേഴ്സ് ഫ്രം ഹിസ് ലിംസ് ആൻഡ് ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫെതേഴ്സും പ്ലക്കിംഗ് ഫെതേഴ്സ് അല്ലേ, ഫെതേഴ്സൊക്കെ പ്ലക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. മാത്രമല്ല അതിനെ കല്ലെറിയുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദ ട്രൂ ഐഡൻറ്റിറ്റി ആൻഡ് ഒറിജിൻ ഓഫ് ദ വിങ്ഡ് മാൻ റിമൈൻ എ മിസ്റ്ററി. ഇപ്പോഴും ആ ഒരു ഓൾഡ് മാൻ്റെ ഐഡൻറ്റിറ്റിയും ഒറിജിനാലിറ്റിയൊക്കെ ഒരു മിസ്റ്ററി തന്നെയാണ്. ലിവിങ് ദ കമ്മ്യൂണിറ്റി ഡിവൈഡഡ് ബിറ്റ്വീൻ വണ്ടർ, സ്കെപ്റ്റിസിസം ആൻഡ് ഓപ്പർച്യൂണിസം. ഇപ്പോഴും ആളുകളെ ഒരു വണ്ടറും സ്കെപ്റ്റിസിസവും ഓപ്പർച്യൂണിസത്തിൻ്റെയൊക്കെ ഒരു നിഴലിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ദെൻ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും അവിടെ പഠിച്ചു എന്നത് ഉറപ്പുവരുത്തണം. ഇതല്ലാതെ ഒരു ചോദ്യം കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റപ്പാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിനകത്തൊരു റൈറ്റപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ നീഡ് ഫോർ കമ്പാഷൻ ഇൻ അവർ ലൈഫ്. ആ ഒരു ടോപ്പിക്കിന് കൂടെ അതും കൂടെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, സോ എനിവേ താങ്ക് യു ഫോർ ലിസണിങ് മീ and see you in another video. Till then, bye. Thank you. It's me, sir, Asi Courses.